വെടിനിർത്തൽ കരാർ ചർച്ചയ്ക്കായി ഇസ്രായേൽ സംഘം കൈറോയിലേക്ക് പുറപ്പെടും. ഇസ്രായേൽ മാധ്യമങ്ങളാണ് ഇത് സംബന്ധിച്ച വാർത്ത പുറത്തുവിട്ടത്. യുദ്ധം 6 മാസം പിന്നിട്ടിരിക്കെ ബന്ധിമോചനം ഉറപ്പാക്കാൻ എല്ലാ നടപടിയും സ്വീകരിക്കുമെന്ന് ഇസ്രായേൽ നേതൃത്വം അറിയിച്ചു. 2 വ്യത്യസ്ത സംഭവങ്ങളിലായി 14 സൈനികരെ വധിച്ചതായി അൽ ഖസാം ബ്രിഗേഡ്. MCA നാസർ ദുബായിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകും. MCA, പുതിയ വെടിനിർത്തൽ കരാർ ചർച്ചകൾ അത് കൈറോയിൽ വെച്ച് നടക്കും എന്ന് മനസ്സിലാക്കുകയാണ്. എന്താണ് ഈ പുതിയ ചർച്ചകളിൽ എത്രത്തോളം സാധ്യതയുണ്ട് ഒരു വെടിനിർത്തലിന്? അതിൽ ഇസ്രായേലിന്റെ സ്റ്റാൻഡ് എന്തായിരിക്കും? ഒപ്പം ഹമാസ് ഈ ചർച്ചകൾ എങ്ങനെയാണ് കാണുന്നത്? സൈഫുദ്ദീൻ വീണ്ടും പ്രതീക്ഷ പകർന്നുകൊണ്ടാണ് പുതിയൊരു വെടിനിർത്തൽ കരാർ ചർച്ച കൂടി കെയ്റോയിൽ നടക്കാൻ പോകുന്നത്. ഏതാണ്ട് ഔദ്യോഗികമായി തന്നെ ഇസ്രായേൽ ഇന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് തങ്ങളുടെ സംഘത്തെ ഈ കരാർ ചർച്ചകൾക്ക് വേണ്ടി കെയ്റോയിലേക്ക് അയക്കുമെന്ന്. മിക്കവാറും നാളെ ആയിരിക്കും ഇസ്രായേൽ സംഘം പുറപ്പെടുക. ഹമാസും ഔദ്യോഗികമായി വെളിപ്പെടുത്തിയിട്ടുണ്ട് നാളെ തന്നെ ഹമാസ് സംഘം കെയ്റോയിലേക്ക് യാത്ര പുറപ്പെടുമെന്ന്. അപ്പോൾ 2 സംഘങ്ങളും ഒരുപക്ഷെ സമീപകാലത്ത് ഇത് ആദ്യമായിട്ടാണ് ഒരുമിച്ചുള്ള ഒരു ചർച്ചയ്ക്ക് തയ്യാറാകുന്നത്. കാരണം നേരത്തെ പല ഘട്ടങ്ങളിലായിട്ട് പാരീസിൽ ചർച്ച നടന്നിരുന്നു, അതോടൊപ്പം തന്നെ തുടർന്ന് ദോഹയിൽ ചർച്ച നടന്നു, വീണ്ടും കെയ്റോയിൽ ചർച്ച നടന്നു. ആ ചർച്ച പൂർണ്ണമായും പരാജയപ്പെടുകയായിരുന്നു കെയ്റോ ചർച്ച. കാരണം ഇസ്രായേൽ സംഘത്തെ അയക്കാൻ വിസമ്മതിക്കുകയായിരുന്നു. ഹമാസ് ആണെങ്കിൽ തങ്ങളുടെ നിലപാടിൽ യാതൊരു വിട്ടുവീഴ്ചയും ഇല്ല എന്ന് മധ്യസ്ഥ രാജ്യങ്ങളെ അറിയിക്കുകയും ചെയ്തു. ഇപ്പോൾ പോലും ഹമാസ് നേതൃത്വം ഇന്ന് ഔദ്യോഗികമായി വെളിപ്പെടുത്തിയിരിക്കുന്ന തങ്ങൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന നിർദ്ദേശങ്ങൾ, അതിൽ പിറകോട്ട് പോകുന്ന പ്രശ്നമില്ല. 1, ആക്രമണം അടിയന്തരമായിട്ട് അവസാനിപ്പിക്കണം. 2, സൈന്യം ഗസ വിടണം. 3, ഈ വടക്കൻ ഗസ ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിലേക്ക് നിന്ന് തുരത്തി ഓടിച്ച മനുഷ്യരെ അവരെ തിരിച്ചു വരാനുള്ള അനുവദിക്കണം. ഈ 3 ഉപാധികളിൽ ഒരു മാറ്റവുമില്ല എന്നുകൂടി ഹമാസ് നേതൃത്വം അറിയിച്ചിട്ടുണ്ട്. ഏതായാലും ഇസ്രായേൽ യുദ്ധകാര്യ മന്ത്രിസഭ ഇന്നലെ യോഗം ചേർന്നുകൊണ്ടാണ് സംഘത്തെ അയക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. മൊസാദിന്റെ മേധാവിയുടെ നേതൃത്വത്തിലായിരിക്കും കെയ്റോ ചർച്ചയിൽ ഇസ്രായേൽ പങ്കെടുക്കുക. പിന്നെ ചില നിർദ്ദേശങ്ങൾ ഈ കരാറുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് അനുഭാവപൂർണ്ണമായിട്ടുള്ളൊരു സമീപനം ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്നാണ് അമേരിക്കൻ നേതൃത്വവും അമേരിക്കൻ മാധ്യമങ്ങളും വ്യക്തമാക്കുന്നത്. പക്ഷേ അത് സംബന്ധിച്ച വിശദാംശങ്ങൾ വ്യക്തമായിട്ടില്ല. കാരണം അത്രയേറെ അന്തർദേശീയ തലത്തിലുള്ള സമ്മർദ്ദം ഇസ്രായേൽ നേരിടുന്നുണ്ട്. കാരണം ഈ അന്താരാഷ്ട്ര സന്നദ്ധ സംഘത്തിൽപ്പെട്ട 7 പേരെ കൊലപ്പെടുത്തിയ നടപടി വലിയ തോതിലുള്ള പ്രതിഷേധം ക്ഷണിച്ചു വരുത്തിയിരുന്നു. ബൈഡൻ ഭരണകൂടം അതിശക്തമായിട്ടുള്ള ചില നിലപാടുകൾ നെതന്യാഹുവിനെ അറിയിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഗസയുടെ പല ഭാഗങ്ങളിലേക്കും സഹായം കൂടുതലായിട്ട് എത്തിക്കാൻ വേണ്ടി അതിർത്തികൾ പുതുതായി തുറന്നുകൊണ്ട് തന്നെ അത്തരമൊരു നീക്കം ഇസ്രായേൽ നടത്താൻ നിർബന്ധിക്കപ്പെടുകയായിരുന്നു. അതിന്റെ തുടർച്ച എന്ന നിലയ്ക്കാണ് ഇനി ബന്ദികളുടെ മോചനത്തിന് വേണ്ടി വലിയ സമ്മർദ്ദം ഇസ്രായേലിന്റെ ഉള്ളിലും പുറത്തും തുടരുകയാണ്. കാരണം ഇനിയും ബന്ദികളെ മോചിപ്പിച്ചിട്ടില്ല എങ്കിൽ അതിശക്തമായിട്ടുള്ള പ്രക്ഷോഭത്തിന് ഇറങ്ങി പുറപ്പെടുമെന്ന് ബന്ദികളുടെ ബന്ധുക്കളും മനുഷ്യാവകാശ പ്രവർത്തകരും വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത്തരമൊരു സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഈ കെയ്റോ ചർച്ചയിലേക്ക് സംഘത്തെ അയക്കാനുള്ള ഇസ്രായേലിന്റെ തീരുമാനം. പക്ഷേ ചർച്ച ഏതർത്ഥത്തിൽ മുന്നോട്ട് പോകും? കാരണം റമദാനിൽ ഒരു ചർച്ച ഒരു വെടിനിർത്തൽ വരാൻ വേണ്ടി പല രാജ്യങ്ങളും ആത്മാർത്ഥമായി തന്നെ നീക്കം നടത്തിയിരുന്നു. പക്ഷേ അതൊക്കെയും ഇസ്രായേലിന്റെ കടുംപിടുത്തം കാരണം അട്ടിമറിക്കപ്പെടുകയായിരുന്നു. ഇനി തുടർന്ന് ഏതെങ്കിലും അർത്ഥത്തിലുള്ളൊരു വെടിനിർത്തലിലേക്ക് ബന്ദിമോചനവും അതോടൊപ്പം തന്നെ ഹമാസ് മുന്നോട്ട് വെച്ച ഉപാധികൾ അനുസരിച്ചും ഒരു നിലപാട് ഇസ്രായേൽ സ്വീകരിക്കുമോ എന്നാണ് ഉറ്റുനോക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് ഇന്ന് കൂടുതൽ സൈനിക നഷ്ടം ഇസ്രായേലിന് വരുത്തി വെക്കാൻ തങ്ങൾക്ക് സാധിച്ചതായിട്ട് അൽ ഖസാം ബ്രിഗേഡ്, ഹമാസിന്റെ സായുധ വിഭാഗമാണ് അവർ വെളിപ്പെടുത്തിയിരിക്കുന്നു. ഖാൻ യൂണിസിലാണ് 9 സൈനികർ കൊല്ലപ്പെട്ടത്. അതോടൊപ്പം തന്നെ ഗസയുടെ മറ്റൊരു ഭാഗത്തായിട്ട് നടന്ന ആക്രമണത്തിൽ 5 സൈനികരെ കൂടി വധിക്കാൻ തങ്ങൾക്ക് സാധിച്ചു എന്നാണ് അൽ ഖസാം ബ്രിഗേഡ് അവകാശപ്പെടുന്നത്. ഔദ്യോഗികമായിട്ട് ഈ മരണം സ്ഥിരീകരിക്കാൻ ഇസ്രായേൽ തയ്യാറായിട്ടില്ല. ഒരുപക്ഷെ ഇന്ന് അർദ്ധരാത്രിയോ അല്ലെങ്കിൽ നാളെയോടുകൂടി ആയിരിക്കും ഇസ്രായേലിന്റെ ഇതുമായി ബന്ധപ്പെട്ട സ്ഥിരീകരണം വരാനിരിക്കുന്നത്. സൈഫുദ്ദീൻ. ശരി, എന്തായാലും MCA സൂചിപ്പിച്ചതുപോലെ തന്നെ റമദാനിൽ സാധ്യമാകാത്ത ഒരു വെടിനിർത്തൽ പെരുന്നാളിനോടനുബന്ധിച്ചെങ്കിലും ഗസയിൽ ഒരു വെടിനിർത്തൽ സാധ്യമാകുമോ എന്നുള്ളതാണ് ലോകം ഉറ്റുനോക്കുന്നത്. എന്തായാലും നാളെ കെയ്റോയിലേക്ക് ഇസ്രായേൽ സംഘം പുറപ്പെടുന്നു. പ്രതീക്ഷയോടുകൂടി തന്നെയാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങളൊക്കെ ഈ പുതിയ വെടിനിർത്തൽ ചർച്ചകളെ കാണുന്നത്. അതിനിടെ ഗസയിൽ ഏറ്റുമുട്ടൽ തുടരുന്നുണ്ട്. 14 ഇസ്രായേൽ സൈനികരെ കൂടി വധിച്ചതായി അൽ ഖസാം ബ്രിഗേഡ് പറഞ്ഞിരിക്കുന്നു. വിശദാംശങ്ങൾ നൽകിയത് MCA നാസർ. മറ്റു വാർത്തകൾ നോക്കാം. എയർ ഇന്ത്യ എക്സ്പ്രസ് കേരളത്തിൽ നിന്നും അധിക വിമാന സർവീസുകൾ പ്രഖ്യാപിച്ചു. വേനൽക്കാല ഷെഡ്യൂളിന്റെ ഭാഗമായാണ് കേരളത്തിലെ 4 വിമാനത്താവളങ്ങളിൽ നിന്നും കൂടുതൽ ആഭ്യന്തര വിദേശ സർവീസുകൾ നടത്തുന്നത്. സർവീസുകൾ വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായി ഓരോ മാസവും 3 പുതിയ വിമാനങ്ങൾ വീതമാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് വർദ്ധിപ്പിക്കുന്നത്. കൊച്ചി വിമാനത്താവളത്തിൽ നിന്ന് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ആഴ്ചതോറുമുള്ള സർവീസുകളുടെ എണ്ണം 93-ൽ നിന്ന് 104 ഉയർത്തി.
ഗൾഫ് മേഖലയിലെ 9 കേന്ദ്രങ്ങളിലേക്ക് നേരിട്ടുള്ള സർവീസിനു പുറമെ ദമാം, ബഹ്റൈൻ എന്നിവിടങ്ങളിലേക്ക് അധിക സർവീസുകൾ ആരംഭിച്ചു. കൂടാതെ ഹൈദരാബാദിലേക്കും കൊൽക്കത്തയിലേക്കും പുതിയ സർവീസുകളും ആരംഭിച്ചിട്ടുണ്ട്. കോഴിക്കോട് വിമാനത്താവളത്തിൽ നിന്ന് ആഴ്ചതോറുമുള്ള സർവീസുകളുടെ എണ്ണം 77-ൽ നിന്ന് 87 ഉയർത്തി. റാസൽ ഖൈമ, ദമാം എന്നീ അധിക സർവീസുകൾക്ക് പുറമെ പുതുതായി ആരംഭിച്ച ബംഗളൂരു സർവീസും ഇതിൽ ഉൾപ്പെടുന്നു. കണ്ണൂരിൽ നിന്ന് 12 അധിക സർവീസുകളാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് ആരംഭിക്കുന്നത്. ഷാർജ, അബുദാബി, റാസൽ ഖൈമ, ബംഗളൂരു എന്നിവയാണ് പുതിയ റൂട്ടുകൾ. തിരുവനന്തപുരത്ത് നിന്നുള്ള വിമാന സർവീസുകളുടെ എണ്ണം 35-ൽ നിന്ന് 63 ഉയർത്തി. ബംഗളൂരു, ഹൈദരാബാദ്, ചെന്നൈ, ദമാം എന്നിവിടങ്ങളിലേക്കുള്ള സർവീസുകളുടെ എണ്ണവും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇതോടെ കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്ര വിമാന സർവീസുകൾ നടത്തുന്ന എയർലൈനായി എയർ ഇന്ത്യ എക്സ്പ്രസ് മാറി. കേരളത്തിൽ നിന്ന് 38 കേന്ദ്രങ്ങളിലേക്കാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസ് നടത്തുന്നത്. മീഡിയ 1, കൊച്ചി. ഷാർജ അന്നഹ്ദയിലെ ഫ്ളാറ്റ് സമുച്ചയത്തിലുണ്ടായ തീപിടുത്തത്തിൽ 5 പേർ മരിച്ചു, 44 പേർക്ക് പരിക്കേറ്റു. 39 നില കെട്ടിടത്തിൽ കഴിഞ്ഞ രാത്രിയാണ് തീപിടുത്തമുണ്ടായത്. 750 അപ്പാർട്ട്മെന്റുകൾ ഉൾക്കൊള്ളുന്ന കെട്ടിടത്തിലാണ് വ്യാഴാഴ്ച രാത്രി 10:30 തീപിടുത്തമുണ്ടായത്. ഉടൻ താമസക്കാരെ കെട്ടിടത്തിൽ നിന്ന് ഒഴിപ്പിച്ചു. പുക ശ്വസിച്ചാണ് 5 പേർ മരിച്ചതെന്ന് പോലീസ് പറഞ്ഞു. മരിച്ചവരുടെ പേരുവിവരങ്ങൾ ലഭ്യമായിട്ടില്ല. മരിച്ചവരിൽ ഒരു ഫിലിപ്പീൻസ് വനിത ഉൾപ്പെടുന്നതായി ഫിലിപ്പീൻസ് കോൺസുലേറ്റ് സ്ഥിരീകരിച്ചു. ഇവരുടെ ഭർത്താവടക്കം 10-ലേറെ ഫിലിപ്പീൻസ് സ്വദേശികൾ പരിക്കേറ്റ് ചികിത്സയിലാണെന്നും അധികൃതർ പറഞ്ഞു. മരിച്ച മറ്റുള്ളവർ ആഫ്രിക്കക്കാരാണെന്നാണ് സൂചന. അപകടത്തിൽ സാരമായി പരിക്കേറ്റ 17 പേർ അത്യാഹിത വിഭാഗത്തിൽ ചികിത്സയിലാണ്. 27 പേർ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. താമസയിടം കത്തിനശിച്ച 156 പേർക്ക് പകരം താമസ സൗകര്യം ഏർപ്പെടുത്തിയതായി ഷാർജ പോലീസ് അറിയിച്ചു. മീഡിയ 1, ഷാർജ. 200-ലേറെ സ്ഥാനാർത്ഥികൾ മത്സരിച്ച കുവൈത്ത് ദേശീയ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് 11 പുതുമുഖങ്ങളും ഒരു വനിതയും. 3-ാം മണ്ഡലത്തിൽ നിന്ന് 5000-നടുത്ത് വോട്ടുകൾ നേടിയാണ് ജനൻ ബൌഷേരി വിജയിച്ചത്. അതിനിടെ ദേശീയ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ വിജയിച്ച എല്ലാ അംഗങ്ങൾക്കും കുവൈത്ത് അമീറും പ്രധാനമന്ത്രിയും ആശംസകൾ നേർന്നു. രാജ്യത്തിന്റെ പുരോഗതിക്കും വികസനത്തിനും സമൃദ്ധിക്കും വേണ്ടി പ്രവർത്തിക്കാൻ അംഗങ്ങൾക്ക് കഴിയട്ടെ എന്ന് അദ്ദേഹം ആശംസിച്ചു. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് അവസാനിച്ചതോടെ ഭരണഘടനാ നടപടികളുടെ ഭാഗമായി കുവൈത്ത് മന്ത്രിസഭ രാജിവെച്ചു. പ്രധാനമന്ത്രി ഡോക്ടർ മുഹമ്മദ് സബാഹ് സാലിമ സബാഹ് സർക്കാരിന്റെ രാജിക്കത്ത് കുവൈത്ത് അമീറിന് കൈമാറി. ജനുവരി 4-നാണ് ഷെയ്ഖ് ഡോക്ടർ മുഹമ്മദ് സബാഹ് സലിമ സബാഹിന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ അധികാരമേറ്റത്. പുതിയ സർക്കാർ അധികാരമേൽക്കുന്നത് വരെ മന്ത്രിസഭ തുടരും. കുവൈത്ത് ഭരണഘടനയുടെ 57-ാം അനുച്ഛേദം അനുസരിച്ചാണ് മന്ത്രിസഭയുടെ രാജി. 18-ാം ദേശീയ അസംബ്ലിയുടെ ആദ്യ സമ്മേളനം ബുധനാഴ്ച ചേരും. അതിനു മുമ്പ് പുതിയ സർക്കാർ രൂപവൽക്കരണവും പൂർത്തിയാകുമെന്നാണ് സൂചനകൾ. UAE-യിലെ ചെറുകിട സ്ഥാപനങ്ങൾ ഈ വർഷം ഒരു സ്വദേശിയെങ്കിലും നിയമിച്ചിരിക്കണമെന്ന് തൊഴിൽ മന്ത്രാലയത്തിന്റെ നിർദ്ദേശം. സ്വദേശിവൽക്കരണ നിയമം ലംഘിക്കുന്നവർക്ക് കനത്ത പിഴ ലഭിക്കുമെന്ന് മന്ത്രാലയത്തിന്റെ മുന്നറിയിപ്പ്. 20 മുതൽ 49 വരെ ജീവനക്കാരുള്ള ചെറുകിട സ്ഥാപനങ്ങൾ ഈ വർഷം ഒരു സ്വദേശിയെയെങ്കിലും നിയമിച്ചിരിക്കണമെന്നാണ് നിർദ്ദേശം. അല്ലാത്തപക്ഷം 96,000 ദിർഹം പിഴയടക്കേണ്ടി വരുമെന്ന് UAE തൊഴിൽ സ്വദേശിവൽക്കരണ മന്ത്രാലയം വ്യക്തമാക്കി. 2025-ൽ മറ്റൊരു സ്വദേശിയെ കൂടി നിയമിക്കണം. അതായത് 2 വർഷത്തിനകം 2 ഇമറാത്തികളെയെങ്കിലും ചെറുകിട സ്ഥാപനങ്ങൾ സ്വദേശിവൽക്കരണത്തിന്റെ ഭാഗമായി നിയമിച്ചിരിക്കണം. 2-ാം വർഷവും നിയമം ലംഘിച്ചാൽ പിഴ 1,80,000 ദിർഹമായി ഉയരും. 14 സുപ്രധാന മേഖലകളിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്കാണ് ഇത് ബാധകമാവുക. IT, ധനകാര്യം, റിയൽ എസ്റ്റേറ്റ്, വിദ്യാഭ്യാസം, ആരോഗ്യം, കല, വിനോദം, ഖനനം, നിർമ്മാണം തുടങ്ങിയ മേഖലകളെല്ലാം ഇതിൽ ഉൾപ്പെടും. 50-ന് മുകളിൽ ജീവനക്കാരുള്ള സ്ഥാപനങ്ങൾക്ക് ബാധകമായിരുന്ന സ്വദേശിവൽക്കരണ നിയമം ചെറുകിട സ്ഥാപനങ്ങളിലേക്ക് വ്യാപിപ്പിക്കാനുള്ള മന്ത്രിസഭാ തീരുമാനത്തിന്റെ ഭാഗമായാണ് നടപടി. മീഡിയ 1, അബുദാബി. പൊതുമാപ്പ് കാലയളവിൽ വിവിധ സേവനങ്ങൾക്കുള്ള നിരക്ക് കുവൈത്തിലെ ഇന്ത്യൻ എംബസി പ്രഖ്യാപിച്ചു. രേഖകളില്ലാത്തവർക്ക് എംബസി എമർജൻസി സർട്ടിഫിക്കറ്റ് അനുവദിക്കും. 5 ദിനാറാണ് ഇതിനായി സേവന നിരക്ക് ഈടാക്കുക. BLS സേവനങ്ങൾക്കായി 1 ദിനാറും ഈടാക്കും. പാസ്പോർട്ട് സേവന കേന്ദ്രത്തിലെ വിവിധ സേവനങ്ങൾക്കുള്ള നിരക്കും എംബസി അറിയിച്ചു. ഫൈൻ അടച്ച് വിസ നിയമവിധേയമാക്കാൻ ആഗ്രഹിക്കുന്ന പാസ്പോർട്ട് അപേക്ഷകർ നിലവിലെ സ്പോൺസറുടെയും പുതിയ സ്പോൺസറുടെയും സിവിൽ IDയും ആവശ്യമായ മറ്റ് രേഖകളും ഹാജരാക്കണം. മാർച്ച് 17 മുതൽ ജൂൺ 17 വരെയാണ് കുവൈത്തിൽ പൊതുമാപ്പ്. ഈ കാലയളവിൽ നിയമലംഘകർക്ക് പിഴയോ മറ്റ് നിയമ നടപടികളോ നേരിടാതെ നാട്ടിലേക്ക് മടങ്ങാം. ഖത്തറിലെ ആധുനിക നഗരമായ ലുസൈലിലേക്കുള്ള യാത്രാ സംവിധാനങ്ങൾ വിപുലമാക്കുന്നു. ഇതിന്റെ ഭാഗമായി ലുസൈൽ ട്രാമിൽ പിങ്ക് ലൈനിൽ തിങ്കളാഴ്ച മുതൽ സർവീസ് തുടങ്ങും.
ലുസൈൽ നഗരത്തിലെ എല്ലായിടങ്ങളിലേക്കും ഇന്റഗ്രേറ്റഡ് യാത്രാ സൗകര്യമൊരുക്കുന്നതിന്റെ ഭാഗമായാണ് ട്രാം വിപുലീകരിക്കുന്നത്. തുടക്കത്തിൽ ലക്തൈഫിയ മുതൽ സീഫ് ലുസൈൽ നോർത്ത് വരെയാകും സർവീസ്. 10 സ്റ്റേഷനുകളാണ് പിങ്ക് ലൈനിലുള്ളത്. ഇതോടൊപ്പം ഓറഞ്ച് ലൈനിൽ പുതിയ 10 സ്റ്റേഷനുകൾ തിങ്കളാഴ്ച മുതൽ ലുസൈൽ ട്രാമിന്റെ ഭാഗമാകും. ലക്തൈഫിയ മെട്രോ സ്റ്റേഷനുമായി ബന്ധിപ്പിച്ചാണ് ലുസൈൽ ട്രാം പ്രവർത്തിക്കുന്നത്. മെട്രോയുടെ സമയക്രമത്തിൽ തന്നെയായിരിക്കും ട്രാമും പ്രവർത്തിക്കുക. മീഡിയ 1 ദോഹ. ഇനി റമദാൻ വിശേഷങ്ങൾ. അൽ മുക്തദർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ജ്വല്ലറി, വിശുദ്ധിയുടെ വാതിൽ. ബ്രോട്ട് യു ബൈ. എല്ലാ ആഭരണങ്ങളും ഇപ്പോൾ പണിക്കൂലിയില്ലാതെ വാങ്ങാം. അൽ മുക്തദർ ജ്വല്ലേഴ്സ്. ഖത്തർ ചാരിറ്റി നടത്തിയ 27ാം രാവ് ചലഞ്ചിൽ അകമഴിഞ്ഞ സഹായവുമായി ഖത്തറിലെ സ്വദേശികളും പ്രവാസികളും 3 മണിക്കൂർ കൊണ്ട് 110 കോടിയിലേറെ രൂപ സമാഹരിച്ചു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള അനാഥർക്കായി ഓർഫൻ സിറ്റി പണിയുന്നതിനാണ് പണം സമാഹരിച്ചത്. ഏറെ പുണ്യങ്ങളുള്ള റമളാനിന്റെ 27ാം രാവിൽ സ്വദേശികളും താമസക്കാരും ഉൾപ്പെടെ ആയിരങ്ങൾ ചെറുതും വലുതുമായ സംഭാവനകളോടെ ഖത്തർ ചാരിറ്റിയുടെ ദൗത്യത്തിന് പിന്തുണയേകി. ഖത്താറ കൾച്ചറൽ വില്ലേജിലെ വിസ്ഡം സ്ക്വയറിൽ പ്രത്യേകമൊരുക്കിയ വേദിയിലായിരുന്നു ഫണ്ട് ഡ്രൈവ്. 3 മണിക്കൂർ കൊണ്ട് ലക്ഷ്യമിട്ട തുകയായ 5 കോടി ഖത്തർ റിയാൽ സമാഹരിച്ചു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള അനാഥരായ കുരുന്നുകൾക്ക് ഏറ്റവും മികച്ച വിദ്യാഭ്യാസം, താമസം, ജീവിതം എന്നിവ ഉറപ്പാക്കുന്നതിന് വേണ്ടിയാണ് അത്യാധുനിക സംവിധാനങ്ങളോടെ ഓർഫൻ സിറ്റി നിർമ്മിക്കുന്നത്. തുർക്കിയിലെ ഇസ്താംബൂളിലാണ് ഖത്തർ ചാരിറ്റിയുടെ നേതൃത്വത്തിൽ പദ്ധതി നടപ്പാക്കുന്നത്. 2000 കുട്ടികൾക്ക് പഠനവും താമസവും ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഇവിടെയുണ്ടാകും. 1200 കുട്ടികൾക്ക് ഇവിടെ താമസിച്ചും 800ഓളം കുട്ടികൾക്ക് അല്ലാതെയും പദ്ധതിയുടെ ഫലം ലഭിക്കും. കളിസ്ഥലങ്ങൾ, സ്കൂൾ, പള്ളി, പാർക്ക് തുടങ്ങിയവ ഉൾപ്പെടുന്നതാണ് ഓർഫൻ സിറ്റി. 2 വർഷം കൊണ്ട് പൂർത്തിയാക്കുന്ന പദ്ധതിക്ക് 13 കോടി ഖത്തർ റിയാലാണ് ബജറ്റ്. മീഡിയ 1 ദോഹ. സൗദിയിൽ തിങ്കളാഴ്ച വൈകിട്ട് ശവ്വാൽ മാസപ്പിറവി നിരീക്ഷിക്കാൻ ആഹ്വാനം. സൗദി സുപ്രീം കോടതിയാണ് രാജ്യത്തെ വിശ്വാസി ജനങ്ങളോട് മാസപ്പിറവി നിരീക്ഷിക്കാൻ ആവശ്യപ്പെട്ടത്. തിങ്കളാഴ്ച റമദാൻ 29 പൂർത്തിയാകുന്ന സാഹചര്യത്തിലാണ് ആഹ്വാനം. തിങ്കളാഴ്ച ശവ്വാൽ മാസപ്പിറവി നിരീക്ഷിക്കാൻ സൗദി സുപ്രീം കോടതി രാജ്യത്തെ വിശ്വാസി ജനങ്ങളോട് ആവശ്യപ്പെട്ടു. റമദാൻ 29 പൂർത്തിയാക്കുന്ന തിങ്കളാഴ്ച വൈകിട്ട് മാസപ്പിറവി കാണാൻ സാധ്യതയുള്ളതിനാലാണ് കോടതിയുടെ ആഹ്വാനം. മാസപ്പിറവി ദർശിക്കുന്നവർ അടുത്തുള്ള കോടതിയെ അറിയിക്കുവാനും സുപ്രീം കോടതി അഭ്യർത്ഥിച്ചു. ഒപ്പം മാസപ്പിറവിക്ക് സാക്ഷികളാകുന്നവർ അവരുടെ സാക്ഷ്യം രേഖപ്പെടുത്തണമെന്നും കോടതി നിർദ്ദേശിച്ചു. തിങ്കളാഴ്ച മാസപ്പിറവി രേഖപ്പെടുത്തുകയാണെങ്കിൽ സൗദി ഉൾപ്പെടുന്ന ഗൾഫ് രാജ്യങ്ങളിൽ ചൊവ്വാഴ്ച ചെറിയ പെരുന്നാൾ ആഘോഷിക്കും. രാജ്യത്തെ സർക്കാർ, സ്വകാര്യ സ്ഥാപനങ്ങളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഇതിനകം പെരുന്നാൾ അവധിക്ക് തുടക്കമായിട്ടുണ്ട്. പെരുന്നാളിനോടനുബന്ധിച്ച് വിപുലമായ ആഘോഷ പരിപാടികളും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി അരങ്ങേറും. നൌഷാദ് ഇരിക്കൂർ, മീഡിയ 1 ദമ്മാം. റമദാൻ 29 തിങ്കളാഴ്ച ശവ്വാൽ മാസപ്പിറവി നിരീക്ഷിക്കാൻ രാജ്യനിവാസികളോട് ആവശ്യപ്പെട്ട് UAEയും തിങ്കളാഴ്ച മാസപ്പിറ കണ്ടാൽ ചൊവ്വാഴ്ച രാജ്യത്ത് ഈദുൽ ഫിത്തർ ആയിരിക്കും. ഇല്ലെങ്കിൽ റമദാൻ 30 പൂർത്തിയാക്കി ബുധനാഴ്ചയാകും പെരുന്നാൾ. മാസം കണ്ടാലും ഇല്ലെങ്കിലും UAEയിൽ പൊതുമേഖലയ്ക്ക് ഏപ്രിൽ 8 മുതൽ 14 വരെ അവധിയാണ്. സ്വകാര്യ മേഖലയ്ക്കും പെരുന്നാൾ അവധി ഏപ്രിൽ 8-നാണ് തുടങ്ങുക. എന്നാൽ ശവ്വാൽ 3 വരെയാണ് അവധി എന്നതിനാൽ മാസപ്പിറവി കാണുന്നതിനനുസരിച്ച് ദിവസം കൂടാനും കുറയാനും സാധ്യതയുണ്ട്. ഖത്തറിൽ പെരുന്നാൾ നമസ്കാരം രാവിലെ 5:32-നായിരിക്കുമെന്ന് ഖത്തർ മതകാര്യ മന്ത്രാലയം. പള്ളികളിലും ഈദ്ഗാഹുകളിലുമായി 642 കേന്ദ്രങ്ങളിൽ നമസ്കാരത്തിനായി സൗകര്യമൊരുക്കിയിട്ടുണ്ട്. ഈദ്ഗാഹുകളും പള്ളികളുമായി വിപുലമായ സൗകര്യങ്ങളാണ് രാജ്യത്ത് പെരുന്നാൾ നമസ്കാരത്തിനായി ഒരുക്കിയിരിക്കുന്നത്. പെരുന്നാൾ നമസ്കാരം നടക്കുന്ന കേന്ദ്രങ്ങളുടെ പട്ടിക മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. സെന്റർ ഫോർ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയുടെ നേതൃത്വത്തിൽ 6 ഇടങ്ങളിൽ മലയാളത്തിൽ ഖുതുബയുണ്ടാകുമെന്ന് സംഘാടകർ അറിയിച്ചു. റമളാൻ 30 പൂർത്തിയാക്കി ഏപ്രിൽ 10-നായിരിക്കും ഈദുൽ ഫിത്തർ എന്ന് ഖത്തർ കലണ്ടർ ഹൗസ് നേരത്തെ അറിയിച്ചിരുന്നു. തിങ്കളാഴ്ച മാസപ്പിറവി കാണാൻ സാധ്യതയില്ല. എന്നാൽ പെരുന്നാൾ ഔദ്യോഗികമായി തീരുമാനിക്കുക മതനിയമപ്രകാരം ക്രസന്റ് സൈറ്റിംഗ് കമ്മിറ്റിയായിരിക്കും. മീഡിയ 1 ദോഹ. പെരുന്നാളിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ഒമാനിലെ വിവിധ ഗവർണറേറ്റുകളിൽ പരമ്പരാഗത ഗ്രാമീണ ചന്തകൾ സജീവം. കന്നുകാലികളടക്കം പെരുന്നാളിന് ജനങ്ങൾക്ക് വേണ്ട എല്ലാ വസ്തുക്കളും ഈ ഗ്രാമീണ ചന്തയിലൂടെ ലഭിക്കും. ഒമാന്റെ തനത് പാരമ്പര്യങ്ങളിൽപ്പെട്ട ഒന്നാണ് ഹപ്ത മാർക്കറ്റുകൾ. നോമ്പ് അവസാന 10-ലാണ് രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ പെരുന്നാളിനോടനുബന്ധിച്ച് ഇത്തരം ചന്തകൾ ഉയരുക.
പെരുന്നാൾ സമയത്ത് കന്നുകാലികൾ, വസ്ത്രങ്ങൾ, മധുരപലഹാരങ്ങൾ, വിവിധ തരം ഭക്ഷണങ്ങൾ, മറ്റു സാധനങ്ങളും വാങ്ങാൻ നിരവധി ആളുകളാണ് ഹപ്ത ചന്തകളിലെത്തുന്നത്. സൂര്യോദയം മുതൽ രാവിലെ 11 വരെയും ചിലയിടങ്ങളിൽ ഉച്ചയ്ക്ക് 1 മണി വരെയുമായിരിക്കും ഹപ്തയുണ്ടാകുക. ഹപ്ത നടക്കുന്ന വിലായത്തിൽ നിന്ന് മാത്രമല്ല, അയൽ വിലായത്തുകളിൽ നിന്നും ജനങ്ങളെത്തും. കന്നുകാലികളെയും മറ്റും വളർത്തുന്നവർക്ക് നല്ല വിലക്ക് ഉരുക്കളെ വിൽക്കാനുള്ള അവസരം കൂടിയാണിത്. സുൽത്താനേറ്റിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കന്നുകാലികളെയും ആടുകളെയും പശുക്കളെയും ഒട്ടകങ്ങളെയും വാങ്ങാൻ ആളുകളെത്തും. കുട്ടികൾക്ക് ഒമാനി പാരമ്പര്യങ്ങളെക്കുറിച്ച് ആധികാരികമായി മനസ്സിലാക്കി കൊടുക്കാനുള്ള അവസരം കൂടിയാണ് ഇത്തരം ഹപ്ത മാർക്കറ്റുകൾ. മീഡിയ 1 മസ്കത്ത്. UAE-യിൽ മലയാളി കമ്പനി ഉടമയുടെ ചതിയിൽപ്പെട്ട ഇന്ത്യൻ വിമുക്ത ഭടന്റെ 40 ലക്ഷം രൂപയുടെ ബാധ്യത ഒഴിവായി. UAE സർക്കാരിന് കീഴിലുള്ള ചാരിറ്റി സംഘടനയും സുമനസ്സുകളും ചേർന്നാണ് ഇയാൾക്ക് തുണയായത്. കേസ് കാരണം യാത്രാവിലക്കിനെ തുടർന്ന് കുറെ കാലമായി നാട്ടിൽ പോകാൻ കഴിയാതെ ബുദ്ധിമുട്ടിലായിരുന്നു ഇദ്ദേഹം. കൊല്ലം കൊട്ടാരക്കര പവിത്രേശ്വരം സ്വദേശി തോമസ് കുട്ടി ഐസക്കാണ് വഞ്ചിക്കപ്പെട്ടത്. 1,62,238 ദിർഹം അഥവാ 40 ലക്ഷത്തോളം ഇന്ത്യൻ രൂപയുടെ ബാധ്യതയായിരുന്നു ഉണ്ടായിരുന്നത്. 22 വർഷത്തോളം ഇന്ത്യൻ അതിർത്തി സേനയിൽ ജോലി ചെയ്ത് വിരമിച്ചതിനു ശേഷം 2015-ലാണ് UAE-യിലെത്തുന്നത്. തൃശൂർ സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ള ഷാർജയിലെ സ്ക്രാപ്പിംഗ് കമ്പനിയിൽ ഡ്രൈവറായാണ് ജോലിയിൽ പ്രവേശിച്ചത്. ഷാർജ സജയിലെ കമ്പനി വക ഫ്ളാറ്റിന്റെ വാടക കരാറിലും തോമസ് കുട്ടിയുടെ ഒപ്പിടുവിക്കുകയായിരുന്നു കമ്പനി. പിന്നീട് ഈ ജോലി ഉപേക്ഷിച്ച തോമസ് കുട്ടി വർഷങ്ങൾക്ക് ശേഷമാണ് തന്റെ പേരിൽ വാടക കുടിശ്ശികയ്ക്ക് കേസുണ്ടെന്ന് തിരിച്ചറിയുന്നത്. ഡോക്ടർ വിൽസൺ, ഡോക്ടർ KO മാത്യു, യാബ് ലീഗൽ സർവീസസ് CEO സലാം പാപ്പിനിശ്ശേരി എന്നിവരുടെ നേതൃത്വത്തിലുള്ള ഇടപെടൽ മുഖേനയാണ് സർക്കാർ വക ചാരിറ്റി സഹായം ഉറപ്പാക്കാനും പ്രതിസന്ധി പരിഹരിക്കാനും സാധിച്ചത്. മീഡിയ 1 ഷാർജ. കുവൈറ്റിൽ തൊഴിലുടമയുടെ മർദ്ദനത്തിൽ പരിക്കേറ്റ ഗാർഹിക തൊഴിലാളിയെ നാട്ടിലെത്തിച്ചു. സബാഹ് അൽ നാസർ പ്രദേശത്ത് ഗാർഹിക ജോലി ചെയ്തു വരികയായിരുന്ന മലപ്പുറം സ്വദേശി ബാദുഷയാണ് കഴിഞ്ഞ ദിവസം നാട്ടിലേക്ക് മടങ്ങിയത്. ഇടത് കണ്ണിന് സാരമായ പരിക്ക് പറ്റിയ ബാദുഷയ്ക്ക് ആശുപത്രിയിൽ ആവശ്യമായ ചികിത്സ നൽകിയിരുന്നു. തുടർന്ന് വിഷയത്തിൽ ഇടപെട്ട KMCC കേന്ദ്ര ജനറൽ സെക്രട്ടറി ഷറഫുദ്ദീൻ കണ്ണേത്ത്, അജ്മൽ എന്നിവർ വിവരങ്ങൾ കുവൈത്ത് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയായിരുന്നു. ഇന്ത്യൻ എംബസി അനുബന്ധ സംഘടനയായ ICBF കേരള വിമൻസ് ഇനിഷ്യേറ്റീവ് ഖത്തറുമായി ചേർന്ന് പുസ്തകമേള സംഘടിപ്പിച്ചു. പ്രവാസി കുടുംബങ്ങളുടെ വിദ്യാഭ്യാസ ചെലവ് ലഘൂകരിക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു പുസ്തകമേള. ഉപയോഗിച്ചു കഴിഞ്ഞ പാഠപുസ്തകങ്ങൾ പരസ്പരം കൈമാറുന്നതിനുള്ള അവസരമാണ് പുസ്തകമേള ഒരുക്കിയത്. ICBF ഓഫീസിൽ നടന്ന പുസ്തകമേള നിരവധി പേർ പ്രയോജനപ്പെടുത്തി. കൈമാറ്റം ചെയ്യാൻ പുസ്തകങ്ങളില്ലാതിരുന്നവർക്കും ആവശ്യമായ പുസ്തകങ്ങൾ തികച്ചും സൗജന്യമായി തിരഞ്ഞെടുക്കാൻ സൗകര്യമുണ്ടായിരുന്നു. ഇന്ത്യൻ അംബാസഡർ വിപുൽ ഉദ്ഘാടനം ചെയ്തു. കുട്ടികളിൽ പരസ്പര സ്നേഹവും സഹാനുഭൂതിയും വളർത്തുന്നതാണ് ഇത്തരം പരിപാടികളെന്ന് ICBF പ്രസിഡന്റ് ഷാനവാസ് ബാവ പറഞ്ഞു. ICBF വൈസ് പ്രസിഡന്റ് ദീപക് ഷെട്ടി, കിക്ക് പ്രസിഡന്റ് അഞ്ജു മേനോൻ, ICBF മാനേജിംഗ് കമ്മിറ്റി അംഗവും കിക്ക് രക്ഷാധികാരിയുമായ സെറീന അഹദ് തുടങ്ങിയവർ സംസാരിച്ചു. മീഡിയ 1 ദോഹ. ഇന്ത്യയിൽ ഉയർന്നു വരുന്ന വംശീയതയ്ക്കെതിരെ തെരഞ്ഞെടുപ്പിലൂടെ പ്രതിരോധം തീർക്കണമെന്ന് പ്രവാസി വെൽഫെയർ ഫോറം സംസ്ഥാന പ്രസിഡന്റ് അസ്ലം ചെറുവാടി. സൗദിയിലെ ജിദ്ദയിൽ പ്രവാസി വെൽഫെയർ വെസ്റ്റേൺ പ്രോവിൻസ് സംഘടിപ്പിച്ച സാഹോദര്യ ഇഫ്താർ സംഗമത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആസന്നമായിരിക്കുന്ന നിർണായക തെരഞ്ഞെടുപ്പിൽ ഓരോരുത്തരും തങ്ങളുടെ കടമ നിർവഹിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. വംശീയതയിൽ അധിഷ്ഠിതമായ ആശയമാണ് ഇന്ത്യൻ ഭരണകർത്താക്കൾ മുന്നോട്ട് വെക്കുന്നതെന്നും ഇത് വളരെ അപകടം നിറഞ്ഞതാണെന്നും പ്രവാസി വെൽഫെയർ ഫോറം സംസ്ഥാന പ്രസിഡന്റും വെൽഫെയർ പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗവുമായ അസ്ലം ചെറുവാടി പറഞ്ഞു. ജാതീയതയും സങ്കുചിതമായ മതവീക്ഷണങ്ങളും ഉൾച്ചേർന്നതാണ് വംശീയത. ഇതെല്ലാം കൂട്ടിച്ചേർത്ത് വർഗീയതയിൽ ചാലിച്ചുള്ള വംശീയതയാണ് ഇന്ത്യയിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഇത്തരം സാഹചര്യങ്ങളിൽ തെരഞ്ഞെടുപ്പിലൂടെ ജനാധിപത്യപരമായ പ്രതിരോധം തീർക്കാൻ സാധിക്കണം. അതിനായി ഓരോ പൗരനും തന്റെ കടമ നിർവഹിക്കണം. ഇന്ത്യയിലെ ബഹുഭൂരിഭാഗം ജനങ്ങളും ഈ വംശീയതയെ അംഗീകരിക്കുന്നില്ലെന്നും ബഹുസ്വരത ആഗ്രഹിക്കുന്നവരാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പ്രവാസി വെൽഫെയർ സൗദി വെസ്റ്റേൺ പ്രൊവിൻസ് പ്രസിഡന്റ് ഉമർ ഫാറൂഖ് പാലോട് അധ്യക്ഷനായിരുന്നു. തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കെ കുടുംബങ്ങൾ കൂട്ടത്തോടെ ഗൾഫ് രാജ്യങ്ങളിലേക്ക് വരുന്നതിൽ അദ്ദേഹം ആശങ്ക പ്രകടിപ്പിച്ചു. സംഗമത്തിൽ ജിദ്ദയിലെ മത, സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ മേഖലയിലെ നിരവധി പേർ സംബന്ധിച്ചു. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് സൗദി ജയിലിൽ കഴിയുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീമിന്റെ മോചനത്തിനു വേണ്ടിയുള്ള ധനസമാഹരണത്തിൽ എല്ലാ പ്രവാസികളും സഹകരിക്കണമെന്ന് സംഗമം ആവശ്യപ്പെട്ടു. മീഡിയ 1 ജിദ്ദ.
സൗദിയിൽ യാംബു സെൻട്രൽ കമ്മിറ്റി ICF-ന്റെയും RSCയുടെയും സംയുക്താഭിമുഖ്യത്തിൽ ഗ്രാൻഡ് ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. സൗഹൃദ വിരുന്നൊരുക്കിക്കൊണ്ട് സംഘടിപ്പിച്ച സംഗമത്തിൽ ആഷിഖ് സഖാഫി പൊന്മള റമദാൻ സന്ദേശം നൽകി. യാംബുവിലെ വിവിധ സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക സംഘടനാ നേതാക്കളും പ്രവാസി മലയാളികളും നോമ്പ് തുറക്കാനെത്തി. KMCC സൗദി ബുറൈദ ഘടകം ഗ്രാൻഡ് ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. 100 കണക്കിന് പേർ പങ്കെടുത്ത പരിപാടി ബുറൈദയിലെ പ്രവാസികളുടെ ഏറ്റവും വലിയ സംഗമമായി മാറി. സാമൂഹിക രാഷ്ട്രീയ മതസംഘടനാ ഭാരവാഹികൾ പങ്കെടുത്തു. നാഷണൽ കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ലത്തീഫ് തച്ചമ്പോയിൽ, അനീസ് ചുഴലി, ബഷീർ വെള്ളില എന്നിവർ പങ്കെടുത്തു. ബഷീർ ബാജി, റഫീഖ് ചെങ്ങളായി, ഫൈസൽ ആലത്തൂർ എന്നിവർ നേതൃത്വം നൽകി. ബഹ്റൈനിൽ VR1 കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. ഹൂറ ചാരിറ്റബിൾ സൊസൈറ്റി ഹാളിൽ നടന്ന സംഗമത്തിൽ 100-ൽ പരം പേർ പങ്കെടുത്തു. കസബ് ദമാം കണ്ണൂർ കൂട്ടായ്മ സമൂഹ ഇഫ്താർ സംഘടിപ്പിച്ചു. കുടുംബങ്ങൾ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. പ്രവിശ്യയിലെ സാമൂഹിക സാംസ്കാരിക ജീവകാരുണ്യ മാധ്യമരംഗത്തുള്ളവർ പങ്കെടുത്തു. ആതുര ചികിത്സാ രംഗത്ത് വർഷങ്ങളായി സേവനമനുഷ്ഠിക്കുന്ന ഡോക്ടർ ബിജു വർഗീസിനെ സംഗമത്തിൽ ആദരിച്ചു. ഡോക്ടർക്കുള്ള ഉപഹാരം അൽമുന ഇന്റർനാഷണൽ സ്കൂൾ ഡയറക്ടർ ഡോക്ടർ TP മുഹമ്മദ് കൈമാറി. നാസ് വക്കം, ഹബീബ് ഏലംകുളം, ഹാരിസ് പയ്യന്നൂർ എന്നിവർ പങ്കെടുത്തു. ഖത്തറിലെ വിവിധ സംഘടനകളുടെ കൂട്ടായ്മയായ യൂണിറ്റി ഖത്തർ സുഹൂർ മീറ്റ് സംഘടിപ്പിച്ചു. ഖത്തറിലെ വിവിധ സംഘടനകളിലെ നേതാക്കളും വ്യാപാര, വ്യവസായ, സാമൂഹ്യ, സാംസ്കാരിക രംഗത്തെ പ്രമുഖരും പങ്കെടുത്തു. യൂണിറ്റി ചെയർമാൻ K അബ്ദുൽ കരീം അധ്യക്ഷത വഹിച്ചു. യൂണിറ്റി ചീഫ് കോർഡിനേറ്റർ AP ഖലീൽ സ്വാഗതം പറഞ്ഞു. VC മഷൂദ് നിയന്ത്രിച്ച പരിപാടിയിൽ യൂണിറ്റി ട്രഷറർ K മുഹമ്മദ് ഈസ നന്ദി പറഞ്ഞു. OICC സൗദി അൽ ഖസീം സെൻട്രൽ കമ്മിറ്റി രാജീവ് ഗാന്ധി മെമ്മോറിയൽ ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നു. ഏപ്രിൽ 18 അൽ ഖസീമിൽ വെച്ച് ടൂർണമെന്റ് സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സംഘടന നടത്തിവരുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ തുക സമാഹരിക്കുന്നതിന്റെ ഭാഗമായാണ് ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത്. സക്കീർ പത്തറ, പ്രമോദ് കുര്യൻ, മുജീബ് ഒദായി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. പീപ്പിൾസ് കൾച്ചറൽ ഫോറം സലാലയിൽ ഇഫ്താർ സംഘടിപ്പിച്ചു. സനായിയിലെ ദോഫാർ പാലസ് ഹാളിൽ നടന്ന പരിപാടിയിൽ PCF പ്രസിഡന്റ് റസാഖ് ചാലിശ്ശേരി അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ സനാതനനും വിവിധ സംഘടനാ ഭാരവാഹികളും പങ്കെടുത്തു. ഉസ്മാൻ വാടാനപ്പള്ളി, കബീർ അഹമ്മദ് എന്നിവർ നേതൃത്വം നൽകി. കുവൈത്ത് OICC നാഷണൽ കമ്മിറ്റി ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. അബ്ബാസിയ യുണൈറ്റഡ് സ്കൂളിൽ വെച്ച് നടന്ന ഇഫ്താർ സംഗമത്തിൽ ബീസ് പിള്ള അധ്യക്ഷനായിരുന്നു. AB വരിക്കാട് ഉദ്ഘാടനം ചെയ്തു. അബ്ദുറഹ്മാൻ തങ്ങൾ റമദാൻ സന്ദേശം നൽകി. നിസാം, സുരേഷ് മാത്തൂർ എന്നിവർ സംസാരിച്ചു. ഷറഫുദ്ദീൻ കണ്ണേത്ത്, BM ഇക്ബാൽ, ഷരീഫ് PT എന്നിവർ ആശംസകൾ നേർന്നു. OICC കേന്ദ്ര സംസ്ഥാന ഭാരവാഹികൾ പരിപാടി നിയന്ത്രിച്ചു. കടലിൽ പോയി നല്ല നെയ്മീൻ പിടിക്കാൻ അറിയാമോ? എങ്കിൽ അബുദാബിയിൽ നടക്കുന്ന മത്സരത്തിൽ പങ്കെടുത്ത് 45 ലക്ഷത്തിലേറെ രൂപ സമ്മാനമായി നേടാം. അബുദാബിയിൽ ഈ മാസം നടക്കുന്ന ഗ്രാൻഡ് കിങ് ഫിഷ് ചാമ്പ്യൻഷിപ്പിലാണ് ഈ അവസരം. പിടിച്ചുകൊണ്ടുവരുന്ന മത്സ്യത്തിന്റെ തൂക്കത്തിനനുസരിച്ചാണ് ജേതാക്കളെ തീരുമാനിക്കുക. അബുദാബി സ്പോർട്സ് കൗൺസിലിന്റെ നേതൃത്വത്തിൽ ഈ മാസം 19 മുതൽ 21 വരെയാണ് കിങ് ഫിഷ് ചാമ്പ്യൻഷിപ്പ് ഒരുക്കുന്നത്. കടലിൽ പോയി നല്ല നെയ്മീൻ പിടിച്ചുകൊണ്ടുവരാൻ കഴിയുന്നവർക്ക് 2 ലക്ഷം ദിർഹം അഥവാ 45 ലക്ഷത്തിലേറെ ഇന്ത്യൻ രൂപയാണ് ഒന്നാം സമ്മാനം. മീൻപിടുത്തം ഹരമാക്കിയ ആർക്കും ഇതിൽ പങ്കെടുക്കാം. മൊത്തം 10 ലക്ഷം ദിർഹമാണ് സമ്മാനത്തുക. 60 വരെ സ്ഥാനക്കാർക്ക് ക്യാഷ് അവാർഡ് നൽകുമെന്ന് സംഘാടകർ അറിയിച്ചിട്ടുണ്ട്. താൽപ്പര്യമുള്ളവർക്ക് അബുദാബി സ്പോർട്സ് കൗൺസിലിന്റെ ADSC.ae എന്ന വെബ്സൈറ്റിൽ ഏപ്രിൽ 15 വരെ പേര് രജിസ്റ്റർ ചെയ്യാം. 200 ദിർഹം രജിസ്ട്രേഷൻ ഫീസ് ഈടാക്കും. 16 രാവിലെ 7 അബുദാബി കരാമയിലെ മുഹമ്മദ് ഖലാഫ് മജ്ലിസിൽ മത്സര നിയമങ്ങളെക്കുറിച്ച് വിശദീകരിക്കും. 16 മുതൽ 18 വരെയുള്ള തീയതികളിൽ ബോട്ടിനുള്ള സ്ഥലം അനുവദിക്കും. 19 രാവിലെ 11 മുതൽ 3 ദിവസം നീളുന്ന മീൻപിടുത്ത മത്സരം ആരംഭിക്കും. മീഡിയ 1 അബുദാബി. ഈദ് അവധി ദിനങ്ങളിൽ ദുബായ് മെട്രോ രാത്രി 1 മണി വരെ സർവീസ് നടത്തും. ദുബായിൽ നിന്ന് അബുദാബിയിലേക്കുള്ള ഇന്റർസിറ്റി ബസ്സുകളുടെ റൂട്ടിലും RTA മാറ്റം വരുത്തിയിട്ടുണ്ട്. ഇന്ന് രാത്രി മുതൽ ദുബായ് മെട്രോ സേവനം രാത്രി 1 മണി വരെയാകും. ഞായറാഴ്ച രാവിലെ 8 മുതൽ രാത്രി 1 വരെ മെട്രോ സജീവമായിരിക്കും. ഏപ്രിൽ 8 മുതൽ 13 വരെ രാവിലെ 5 മുതൽ രാത്രി 1 വരെയായിരിക്കും മെട്രോ സർവീസ്. ഏപ്രിൽ 14 രാവിലെ 8 മുതൽ രാത്രി 12 വരെ മാത്രമേ സർവീസ് ഉണ്ടാകൂ. ദുബൈയിൽ നിന്ന് അബുദാബിയിലേക്കുള്ള E100 ഇന്റർസിറ്റി ബസ് ഉബൈബ സ്റ്റേഷനിൽ നിന്ന് ഇബ്നു ബത്തൂത്ത സ്റ്റേഷൻ വഴി അബുദാബിയിലേക്ക് സർവീസ് നടത്തുമെന്ന് RTA അറിയിച്ചു. E102 ബസ് ഇബ്നു ബത്തൂത്ത സ്റ്റേഷനിൽ നിന്ന് മുസഫ ഷാബിയ സ്റ്റേഷനിലേക്കും സർവീസ് നടത്തും. ഇന്നു മുതൽ ഏപ്രിൽ 14 വരെയാണ് ഈ മാറ്റം. മീഡിയ 1 ദുബായ്.
മറ്റൊരു വാർത്തയിലേക്ക്. സംസ്ഥാന ചീഫ് ഇലക്ടറൽ ഓഫീസർ സഞ്ജയ് എം കൗളിന് വാട്സാപ്പ് മുഖേന ഭീഷണിയും അധിക്ഷേപ സന്ദേശവും അയച്ചയാൾക്കെതിരെ കേസ്. തിരുവല്ല പെരിങ്ങര സ്വദേശി റോബിൻ ജോണിനെതിരെയാണ് കേസെടുത്തത്. അഖിൽ വിവരങ്ങൾ നൽകും. അഖിൽ, ഈ വാട്സാപ്പ് മുഖേന എന്താണ് ഇയാൾ അയച്ചിരുന്നത്? ഈ ഭീഷണി സന്ദേശത്തിൽ എന്തായിരുന്നു പറഞ്ഞിരുന്നത്? ഇപ്പോൾ കേസ് ഉൾപ്പെടെയുള്ള നടപടികൾ എങ്ങനെയാണ്? സൈഫുദ്ദീൻ, ഈ ഔദ്യോഗിക നമ്പറിലേക്ക് ഇത്തരത്തിൽ വാട്സപ്പിലൂടെയാണ് ഈ തിരുവല്ല പെരിങ്ങര സ്വദേശിയായിട്ടുള്ള റോബിൻ ഒരു അധിക്ഷേപ പരാമർശങ്ങളൊക്കെ നടത്തിയിരിക്കുന്നത്. അതായത് ഇദ്ദേഹത്തിന് പറയുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഈ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ധാരാളമായി കോൺഗ്രസിന് കള്ളവോട്ടുകൾ ചേർക്കപ്പെട്ടിരിക്കുന്നു. ഇതിനെതിരെ നടപടി എടുക്കുന്നില്ല. അപ്പോൾ BJP അനുകൂലിയായ ആണ് ഈ ഇലക്ടറൽ ഓഫീസർ, അതുകൊണ്ട് BJPക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞ് ചില അധിക്ഷേപ പരാമർശങ്ങൾ ചേർത്ത് അത്തരത്തിൽ BJP പ്രവർത്തിക്കുന്ന രീതിയിൽ അധിക്ഷേപ പരാമർശങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ടായിരുന്നു ഇത്തരത്തിലൊരു വാട്സപ്പ് സന്ദേശം ഇദ്ദേഹത്തിന്റെ ഔദ്യോഗിക നമ്പറിലേക്ക് അയച്ചത്. തുടർന്നാണ് ഈ നമ്പർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പോലീസിന് ഇത് ഈ പെരിങ്ങര സ്വദേശിയായിട്ടുള്ള റോബിൻ ജോൺ ആണ് എന്ന് മനസ്സിലായത്. തുടർന്നാണ് ഈ തിരുവല്ല പോലീസ് ഈ സംഭവത്തിൽ ഇപ്പോൾ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുന്ന രീതിയിൽ, ഒപ്പം തന്നെ ഈ സർക്കാർ ഉന്നതമായ ഒരു സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയെയും അതിമോശമായ രീതിയിൽ സന്ദേശങ്ങൾ അയക്കുകയും ഭീഷണിയുടെ സ്വരത്തിൽ സന്ദേശം അയക്കുകയും ചെയ്തു എന്നീ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ എന്തായാലും ഇത്തരത്തിൽ ഒരു പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. സൈഫുദ്ദീൻ, ശരി, അഖിലാണ് വിശദാംശങ്ങൾ നൽകിയത്. ഫ്രണ്ട്സ് സോഷ്യൽ അസോസിയേഷൻ വനിതാ വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ ബഹ്റൈനിൽ സംഘടിപ്പിച്ച പ്രസംഗ മത്സരത്തിലെ വിജയികളെ പ്രഖ്യാപിച്ചു. കുടുംബത്തിലും സമൂഹത്തിലും സ്ത്രീകളുടെ പങ്ക് എന്ന വിഷയത്തിൽ നടത്തിയ മത്സരത്തിൽ ഷീന നൌഫൽ 1-ാം സ്ഥാനം നേടി. ഡോക്ടർ ഷബ്ന സുനീർ 2-ാം സ്ഥാനവും സഞ്ജു എം സാനു, റജീന ഇസ്മായിൽ എന്നിവർ 3-ാം സ്ഥാനവും കരസ്ഥമാക്കി. കുവൈത്ത് കേരള മുസ്ലിം അസോസിയേഷൻ ഫർവാനിയ ഏരിയ ഇഫ്താർ മീറ്റ് സംഘടിപ്പിച്ചു. ഫർവാനിയ ഫുട്ബോൾ ഗ്രൗണ്ടിൽ ഒരുക്കിയ ഇഫ്താർ സംഗമം ബഷീർ കെ ഉദ്ഘാടനം ചെയ്തു. സജ്ബീർ അലി അധ്യക്ഷത വഹിച്ചു. സുബൈർ മൗലവി റമദാൻ സന്ദേശം നൽകി. AP അബ്ദുൽ സലാം, ഇബ്രാഹിം കുന്നിൽ, BM ഇക്ബാൽ എന്നിവർ സംസാരിച്ചു. ടീൻസ് ഇന്ത്യ ബഹ്റൈന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികൾക്കായി റമദാൻ സംഗമവും ഖുർആൻ വിജ്ഞാന പരീക്ഷയും സംഘടിപ്പിച്ചു. കൺവീനർ അനീസ് BK യുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ ജമാൽ നദ്വി ഇരിങ്ങൽ റമദാൻ സന്ദേശം നൽകി. മറിയം ബഷീർ, മുഹമ്മദ് ഹംദാൻ എന്നിവർ സംസാരിച്ചു. ഷാർജ ബാലുശ്ശേരി മണ്ഡലം KMCCക്ക് കീഴിൽ ഇഫ്താർ സംഗമം നടന്നു. അസീൽ അലി തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. സാദിഖ് ബാലുശ്ശേരി, റിയാസ് കാന്തപുരം, മുജീബ് തിർക്കണ്ണാപുരം എന്നിവർ സംസാരിച്ചു. 1500ഓളം പേർ സംഗമത്തിൽ പങ്കെടുത്തു. നിത്യവും ആയിരങ്ങൾക്ക് ഇഫ്താർ ഒരുക്കി ദേര അബു ഹൈലിലെ ദുബൈ മർക്കസ് കേന്ദ്രം. വത്തനി അൽ ഇമാറാത്ത് പ്രതിനിധി സലീം ഷാ, ICF മർക്കസ് നേതാക്കളായ അബ്ദുൽ അസീസ് സക്കാഫി മമ്പാട്, ഡോക്ടർ അബ്ദുസലാം സക്കാഫി എരഞ്ഞിമാവ്, അബ്ദുസലാം സക്കാഫി വെള്ളലശ്ശേരി എന്നിവരുടെ മേൽനോട്ടത്തിലായിരുന്നു പ്രവർത്തനം. ഫറൂഖ് കോളേജ് പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ ഫോസ കുവൈത്ത് സംഘടിപ്പിച്ച ഇഫ്താർ സംഗമം ശ്രദ്ധേയമായി. മക്ബൂല ലേബർ ക്യാമ്പിൽ വെച്ച് നടന്ന സംഗമത്തിൽ 300ഓളം തൊഴിലാളികൾ പങ്കെടുത്തു. മലബാർ ഗോൾഡ് ഗ്രൂപ്പിന്റെ സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. പരിപാടികൾക്ക് കുവൈത്ത് ഫോസ ഭാരവാഹികളായ മുഹമ്മദ് റാഫി, ബഷീർ ബാത്ത, റിയാസ് അഹമ്മദ് എന്നിവർ നേതൃത്വം നൽകി. ദുബായ് കൈരളി കലാകേന്ദ്രം മുൻ ജനറൽ സെക്രട്ടറി രാമചന്ദ്ര പണിക്കർ നിര്യാതനായി. ആലപ്പുഴ കരുവാറ്റ സ്വദേശിയായ ഇദ്ദേഹം 1989 മുതൽ ദുബൈയിൽ സജീവമായിരുന്നു. ദുബായ് ഹോസ്പിറ്റലിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. സംസ്കാരം ജബൽ അലി ക്രിമേഷൻ സെന്ററിൽ നടക്കും. M ഗ്രൂപ്പിന് കീഴിലുള്ള 123 കാർഗോയുടെ പുതിയ ബ്രാഞ്ച് പ്രവർത്തനം തുടങ്ങി. ദുബായ് അന്നഖ്ദ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിലാണ് പുതിയ ബ്രാഞ്ച്. ഉദ്ഘാടനത്തിന്റെ ഭാഗമായി നിരവധി ഇളവുകളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. 123 കാർഗോ ബ്രാഞ്ചിന്റെ ഉദ്ഘാടനം പാണക്കാട് സയ്യിദ് അസീൽ അലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു. M ഗ്രൂപ്പ് ചെയർമാൻ മുനീർ കാവുങ്കൽപ്പറമ്പിൽ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. പ്രമുഖ പണ്ഡിതൻ സിംസാറുൽ ഹഖ് ഹുദവി മുഖ്യാതിഥിയായി. M ഗ്രൂപ്പ് മാനേജർ സമീർ കാവുങ്കൽപ്പറമ്പിൽ, 123 മാനേജർ മഷൂദ്, ബ്രാഞ്ച് മാനേജർമാരായ നിസാം, മുസവിർ എന്നിവരും പങ്കെടുത്തു. 3 ബ്രാഞ്ചുകൾ കൂടി ഉടൻ ആരംഭിക്കുമെന്ന് M ഗ്രൂപ്പ് ചെയർമാൻ മുനീർ കാവുങ്കൽപ്പറമ്പിൽ അറിയിച്ചു. 2 ജബലലിയിലും 1 സദ്വയിലുമാണ് തുറക്കുക. ഉദ്ഘാടനത്തിന്റെ ഭാഗമായി എയർ, സീ, കാർഗോ നിരക്കുകളിൽ വൻ ഓഫറുകൾ പ്രഖ്യാപിച്ചതായി മുനീർ കാവുങ്കൽപ്പറമ്പിൽ അറിയിച്ചു. പിന്നിട്ട് 27 വർഷമായി മിഡിൽ ഈസ്റ്റിലെ കാർഗോ രംഗത്ത് സജീവമാണ് M ഗ്രൂപ്പ്. മീഡിയ 1 ദുബൈ.
ബഹ്റൈനിലെ അൽ റബീഹ് മെഡിക്കൽ സെന്ററിന്റെ 1ാം വാർഷികാചരണത്തോടനുബന്ധിച്ച് വിവിധ ടെസ്റ്റുകൾ കുറഞ്ഞ നിരക്കിൽ ലഭ്യമാക്കുമെന്ന് മാനേജ്മെന്റ്. 3 ദിനാറിനുള്ള പ്രത്യേക പാക്കേജിൽ 6ഓളം ടെസ്റ്റുകളും കൺസൾട്ടേഷനും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഏപ്രിൽ 7 മുതൽ ഏപ്രിൽ 15 വരെയുള്ള കാലയളവിലാണ് ഈ പാക്കേജ് ലഭ്യമാവുക. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ഒമാനിലും തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് നീങ്ങുന്നു. നോമ്പായതിനാൽ പ്രചാരണ പ്രവർത്തനങ്ങൾ മന്ദഗതിയിലാണ്. പെരുന്നാൾ കഴിയുന്നതോടെ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് ജീവൻ വെക്കുമെന്ന് പാർട്ടി പ്രവർത്തകർ പറഞ്ഞു. വിവിധ പാർട്ടി അനുകൂല കൂട്ടായ്മകളുടെ നേതൃത്വത്തിൽ മാസങ്ങൾക്ക് മുമ്പ് തന്നെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതടക്കമുള്ള പ്രവർത്തനങ്ങളും നടത്തിയിരുന്നു. LDF സ്ഥാനാർത്ഥികൾ വൻ ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്ന ആത്മവിശ്വാസമാണ് ഇടതുപക്ഷത്തെ പിന്തുണക്കുന്നവർക്കുള്ളത്. പ്രവാസികൾ വളരെ ആകാംക്ഷയോടെ കാണുന്ന തെരഞ്ഞെടുപ്പാണ് ഇന്ത്യയിൽ നടക്കാനിരിക്കുന്നത്. നമ്മുടെ രാജ്യം അതിന്റെ ജനാധിപത്യ മതേതര സ്വഭാവത്തോടെ നിലനിൽക്കുമോ എന്ന ആശങ്കയാണ് പ്രവാസികളിൽ ഏറെപ്പേർക്കുമുള്ളത്. കഴിഞ്ഞ ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട കോൺഗ്രസിന്റെ MP-മാർ എന്ത് ചെയ്തു എന്നത് നമ്മുടെ അനുഭവമാണ്. അതുകൊണ്ട് BJPയെ തോൽപ്പിക്കാൻ കോൺഗ്രസിന് വോട്ട് ചെയ്തുകൊണ്ട് കാര്യമില്ല എന്നത് ഒരു വലിയ പാഠമാണ്. പ്രവാസികളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണ് നടക്കാൻ പോകുന്നത്. ഇടതുപക്ഷം ജയിക്കേണ്ടത് അനിവാര്യതയെക്കുറിച്ചൊക്കെ തന്നെ നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ മനസ്സിലാക്കിയതാണ്. ഈ പ്രവാസ ലോകത്ത് വളരെ ശക്തമായിട്ടുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നു. സൂം മീറ്റിംഗുകൾ സംഘടിപ്പിച്ചുകൊണ്ട് നാട്ടിൽ നിന്ന് സ്ഥാനാർത്ഥികൾ പങ്കെടുത്തുകൊണ്ട് മുഴുവൻ പ്രവാസികളിലേക്കും പ്രചരണ പ്രവർത്തനങ്ങൾ എത്തിക്കുന്നു. അതുമാത്രമല്ല, നാട്ടിലേക്ക് പോകാൻ സാധ്യതയുള്ള ആളുകളെ കണ്ടെത്തി അവരെ ഈ ഇലക്ഷനുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നാട്ടിലെ ലീവിലെ പോകുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. സാമൂഹിക മാധ്യമങ്ങൾ ഉപയോഗിച്ചുള്ള പ്രചരണവും സജീവമാണ്. KMCC, കൈരളി ഒമാൻ, OICC തുടങ്ങി ചെറുതും വലുതുമായ സംഘടനകളുടെ നേതൃത്വത്തിലാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾ ഒമാനിൽ പ്രധാനമായും നടന്നുവരുന്നത്. മീഡിയ 1, മസ്കത്ത്.